അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് മുന്തിരി വെച്ചിട്ട് എങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാം തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 400 ഗ്രാം മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ സാധാരണ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ജ്യൂസ് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മുന്തിരി എടുത്താലും പ്രശ്നമില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന മുന്തിരിയുടെ കളറിനനുസരിച്ചിരിക്കും നമ്മുടെ ജാമിൻ്റെ കളറും. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് കളറിൽ വരുന്ന മുന്തിരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡാർക്ക് കളറിലുള്ളതാണ്, അതായത് കറുത്ത കളറിലുള്ള മുന്തിരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കറുപ്പ് കളറിലായിരിക്കും നമുക്ക് ജാം കിട്ടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ജാം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് പൊട്ടിത്തെറിക്കുക, അതേപോലെ ഒരുപാട് സമയം എടുക്കുകയൊക്കെ ചെയ്യും നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റെയിനറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ തൊലിയും അതേപോലെ ഇതിനുള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പൾപ്പ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം മാത്രമേ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മുന്തിരിയുടെ ആ ഒരു ജ്യൂസൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു പാകത്തിനുള്ള മധുരമാണ്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസും അതേപോലെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇതൊന്നുകൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. അതേപോലെ 2 നുള്ളി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു ജാമിൻ്റെ പരുവത്തിലോട്ട് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പൂണോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ജാം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. 2 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ആ വരച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ജാം റെഡി ആയിട്ടുണ്ട്. അല്ലാതെ ഇത് കൂടി പോവുകയാണെങ്കിൽ, അതായത് മൊത്തം ഒന്ന് സ്പ്രെഡായി പോകുന്ന രീതിയിലോട്ട് മാറുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടില്ല. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അതും വെള്ളത്തിൽ ലയിച്ച് പോവാതെ ഇതേപോലെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജാമൊക്കെ നല്ല തിക്കായി നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേപോലെ തന്നെയുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക്